ഡോക്ടർ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ലപോലെ ക്രാഷ് ഡയറ്റും ജിമ്മും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കൂട്ടത്തിൽ ഹെയർ ലോസും തുടങ്ങി. എന്താണ് അതിനുള്ള ഒരു പോംവഴി? ബേസിക്കലി ഇപ്പോൾ വെയിറ്റ് ലോസ് കാരണം കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. ഇപ്പോൾ അത് തന്നെ ആവണമെന്നില്ല. പല ടൈപ്പ് ഹെയർ ഫോൾ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർ ഫോളിന്റെ ഡയഗ്നോസിസ് ഉണ്ട്. നമ്മൾ ഏത് രീതിയിലുള്ള ഹെയർ ഫോൾ ആണെന്ന് ഡയഗ്നോസ് ചെയ്താലേ ഇത് പറയാൻ പറ്റില്ല. നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പോൾ വെയിറ്റ് ലോസ് കൊണ്ട് മാത്രം ഉണ്ടായ ഹെയർ ഫോൾ ആണെന്ന് എനിക്ക് ഒറ്റ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ബേസിക്കലി നമ്മുടെ ബോഡിയുടെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, ഐദർ ഫിസിക്കൽ, ഇമോഷണൽ, എന്ത് രീതിയിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ കൂടെ നമ്മുടെ ബോഡി പോകുമ്പോൾ, അതിപ്പോൾ ഒരു അസുഖങ്ങളാവാം, ഒരു സർജറി ആവാം, എന്തെങ്കിലും രീതിയിലുള്ള ഡയറ്റ് ക്രാഷ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആവാം, രക്തക്കുറവാവാം, അങ്ങനെ പല രീതിയിലുള്ള എന്ത് രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാലും ഒരു ടെമ്പററി ആയിട്ട് ഒരു ഹെയർ ഫോൾ ഉണ്ടാവും. അതിന്റെ കാരണം നമ്മുടെ ബോഡിക്ക് അറിയാം നമുക്ക് ഹെയറും നെയിലും ഒന്നും ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. അതൊരു വൈറ്റൽ സ്ട്രക്ചർ അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി അതിനൊരു ആ സമയത്ത് കുറച്ചൊരു പ്രിഫറൻസ് കുറച്ചേ കൊടുക്കുള്ളൂ. കാരണം നമ്മുടെ വൈറ്റൽ ഓർഗൻസിനാണ് കൂടുതലായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു ലോജിക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് രീതിയിലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാലും സബ്സിക്വന്റ് ആയിട്ട് നമുക്കൊരു ഹെയർ ഫോൾ ഉണ്ടാവുക, നെയിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം ബേസിക്കലി അതാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഹെയർ ഫോൾ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളൊരു ഭയങ്കരമായിട്ട് ഡയറ്റ് ക്രാഷ് ചെയ്ത് ഭയങ്കര വെയിറ്റ് ലോസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവല് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഹെയർ തിന്നിങ് ഉണ്ടാവാം. ആ തിന്നിങ് ഒന്നും ഇതേപോലെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളോ വെയിറ്റ് ലോസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളോ അല്ല. അതിനൊക്കെ വേറെ രീതിയിലുള്ള ഇപ്പോൾ ഹോർമോണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ഹെയർ ഫോൾ ആണെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.